നമുക്ക് എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്കൊരു ഹുക്ക് വേണം. ഇവിടെ ഞാൻ 3mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് യാൺ വേണം. ആദ്യമായിട്ട് നമ്മൾ യാൺ ഒരു വിരലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഹുക്ക് എടുത്തിട്ട് നമ്മുടെ യാണിൻ്റെ, അതായത് അടിയിലുള്ള യാണിൻ്റെ അടിയിലൂടെ ഹുക്ക് കയറ്റിയതിന് ശേഷം മുകളിലുള്ള യാണ് അടിയിലൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്കിൻ്റെ മുകളിലുള്ള യാണിൻ്റെ അവിടെ നമ്മൾ കൈകൊണ്ട് ഒന്ന് അമർത്തിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യണം. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ യാൺ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം സ്ലിപ്പ് നോട്ട് ചെയ്ത ലൂപ്പിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം യാൺ ഓവർ ചെയ്യുന്നു, അതായത് ഹുക്കിന് മുകളിലൂടെ യാൺ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ യാണ് മെല്ലെ ആ ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ആദ്യമായിട്ട് നമ്മൾ യാൺ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു, പിന്നെ യാൺ ഓവർ ചെയ്യുന്നു, അതായത് ഹുക്കിന് മുകളിലൂടെ യാൺ എടുക്കുന്നു. എന്നിട്ട് താഴോട്ട് ആ ലൂപ്പിലൂടെ താഴോട്ട് വലിക്കുന്നു. യാൺ ഓവർ ചെയ്യുന്നു, ലൂപ്പിലൂടെ താഴോട്ട് വലിക്കുന്നു. നമ്മൾ യാൺ ടൈറ്റ് ചെയ്ത് പിടിക്കണം. യാൺ ഓവർ ചെയ്യുന്നു, ഹുക്ക് താഴോട്ട് വലിക്കുന്നു. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം സ്കിപ്പ് ഫസ്റ്റ് ചെയിൻ ഫ്രം ദ ഹുക്ക്. ഹുക്കിൽ നിന്ന് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുന്നു. ചെയിൻ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലൂടെ തന്നെ നമ്മൾ താഴോട്ട് ഹുക്ക് വലിക്കുന്നു. അങ്ങനെ ഹുക്കിൽ ഇപ്പോൾ 2 ലൂപ്പ് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും താഴോട്ട് വലിക്കുന്നു. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. അതായത് ചെയിൻ സ്റ്റിച്ചിലൂടെ കയറ്റുന്നു, യാൺ ഓവർ ചെയ്യുന്നു, ചെയിൻ സ്റ്റിച്ചിൻ്റെ അതേ ഗ്യാപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു, ഹുക്കിൽ 2 ലൂപ്പ് വരുന്നു, യാൺ ഓവർ ചെയ്യുന്നു, 2 ലൂപ്പിനുള്ളിലൂടെ താഴോട്ട് വലിക്കുന്നു. ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, അതേ ഗ്യാപ്പിലൂടെ തന്നെ ഹുക്ക് താഴോട്ട് വലിക്കുന്നു, ഹുക്കിൽ 2 ലൂപ്പ് കിട്ടുന്നു, പിന്നെ യാൺ ഓവർ ചെയ്യുന്നു, ഈ 2 ലൂപ്പിനുള്ളിലൂടെ ഒരുമിച്ച് താഴോട്ട് വലിക്കുന്നു. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, അതേ ഗ്യാപ്പിലൂടെ തന്നെ ഹുക്ക് താഴോട്ട് വലിക്കുന്നു. അങ്ങനെ ഹുക്കിൽ 2 ലൂപ്പ് വരുന്നു, പിന്നെ യാൺ ഓവർ ചെയ്യുന്നു, ഈ 2 ലൂപ്പിനുള്ളിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം യാണ് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു. ഇൻസേർട്ട് ഹുക്ക് ഇൻ ടു ദി 3rd ചെയിൻ ഫ്രം ദ ഹുക്ക്. ഹുക്കിൽ നിന്ന് 3rd ചെയിനിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യണം. അതായത് ഹുക്കിന് മുകളിലൂടെ യാൺ എടുത്തതിന് ശേഷം 3rd ചെയിൻ ഫ്രം ദ ഹുക്കിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുന്നു. ആ ചെയിൻ സ്റ്റിച്ചിലെ അതേ ഗ്യാപ്പിലൂടെ തന്നെ ഹുക്ക് താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തതിന് ശേഷം ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് താഴോട്ട് വലിക്കുക. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ഹുക്കിന് മുകളിലൂടെ യാൺ എടുക്കുന്നു,
ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ചെയിൻ സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം പിന്നെയും യാൺ ഓവർ ചെയ്യുന്നു. ആ ചെയിൻ സ്റ്റിച്ചിലെ ഗ്യാപ്പിലൂടെ തന്നെ ഹുക്ക് താഴോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം ഹുക്കിൽ 3 ലൂപ്പ് കിട്ടുന്നു. പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് ആ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് താഴോട്ട് വലിക്കുന്നു. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ചെയിൻ സ്റ്റിച്ചിലെ ഗ്യാപ്പിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, പിന്നെ യാൺ ഓവർ ചെയ്യുന്നു, ആ ചെയിൻ സ്റ്റിച്ചിലെ ഗ്യാപ്പിലൂടെ തന്നെ ഹുക്ക് താഴോട്ട് വലിക്കുന്നു. അങ്ങനെ ഹുക്കിൽ 3 ലൂപ്സ് കിട്ടുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. ഈ 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഒരുമിച്ച് താഴോട്ട് വലിക്കുന്നു. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അടുത്ത് നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 4th ചെയിൻ ഫ്രം ദ ഹുക്കിൽ നിന്ന് 4th ചെയിനിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 4th ചെയിൻ ഫ്രം ദ ഹുക്കിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് യാൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് ആ ചെയിനിലൂടെ ചെയിൻ്റെ ഹോളിലൂടെ ഹുക്ക് താഴോട്ട് എടുക്കുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഫസ്റ്റ് നമ്മൾ പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഈ 2 ലൂപ്പിലൂടെ താഴോട്ട് എടുക്കുന്നു. പിന്നെ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും കൂടെ താഴോട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. അതിനുശേഷം ഹുക്ക് ഈ ഫൗണ്ടേഷൻ ചെയിനിൽ നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് യാൺ ഓവർ ചെയ്യുന്നു. ആ ഹോളിലൂടെ ഹുക്ക് താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 3 ലൂപ്പുണ്ട്. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം ഈ 2 ലൂപ്പിലൂടെ കിടത്തിവിടുന്നു. 1, 2. പിന്നെ ബാക്കി ഹുക്കിൽ പിന്നെയും 2 ലൂപ്പ് ബാക്കിയുണ്ട്. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഹുക്ക് യാൺ ഓവർ ചെയ്യുന്നു. ഒരു വട്ടം യാൺ ഓവർ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ചെയിനിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. ആ ഫൗണ്ടേഷൻ ചെയിനിൻ്റെ ഉള്ളിലുള്ള ഹോളിലൂടെ തന്നെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഹുക്കിൽ ഇപ്പം 3 ലൂപ്പുണ്ട്. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. പിന്നെ അടുത്ത 2 ലൂപ്പിനുള്ളിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. യാൺ ഓവർ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. ആ ഹോളിലൂടെ ഹുക്ക് താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ ഹുക്കിലിപ്പോൾ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്യുന്നു. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. അടുത്ത 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതാണൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാം. യാൺ ഓവർ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. യാൺ ഓവർ ചെയ്യുന്നു. ഫൗണ്ടേഷൻ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. ആ ചെയിനിൻ്റെ ഉള്ളിലെ ഗ്യാപ്പിലൂടെ തന്നെ താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ 3 ലൂപ്പുണ്ട് നമ്മുടെ ഹുക്കിൽ. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. ഫസ്റ്റ് ഈ 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ യാൺ ഓവർ ചെയ്യുന്നു. അടുത്ത 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ,
ഓക്കെ, 3 ലൂപ്പുണ്ട് നമ്മുടെ ഹുക്കിൽ. യാൺ ഓവർ ചെയ്യുന്നു, ഫസ്റ്റ് 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു, പിന്നെ യാൺ ഓവർ ചെയ്യുന്നു, അടുത്ത 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. അതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. യാൺ ഓവർ ചെയ്യുന്നു, ഫൗണ്ടേഷൻ ചെയിനിൽ ഉള്ളിലൂടെ ഹുക്ക് കടത്തുന്നു, നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ആ സ്പേസിൽ കൂടി തന്നെ താഴോട്ട് കൊണ്ടുവരുന്നു, എഗെയിൻ യാൺ ഓവർ ചെയ്യുന്നു, ആദ്യത്തെ 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു ഹുക്ക്, ദെൻ എഗെയിൻ യാൺ ഓവർ ചെയ്യുന്നു, അടുത്ത 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെയിൻ വേണം. ഫൗണ്ടേഷൻ ചെയിന് ശേഷം നമ്മൾ 5th ചെയിൻ ഫ്രം ദ ഹുക്ക്, അതായത് ഹുക്കിൽ നിന്ന് 5ാമത്തെ ചെയിനിൽ വേണം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 2 3 4 5, അതായത് ഇതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചസിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 വട്ടം നമ്മൾ യാൺ ഓവർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ 5ാമത്തെ ചെയിനിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ആ സ്പേസിലൂടെ തന്നെ താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഹുക്കിലിപ്പോൾ 4 ലൂപ്പുണ്ട്. ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ ഹുക്കിൽ പിന്നെയും 3 ലൂപ്പ് ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ അടിയിലൂടെ കൊണ്ടുവരുന്നു. പിന്നെയും 2 ലൂപ്പ് ബാക്കിയുണ്ട്. പിന്നെ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിനുള്ളിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിനെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നും പറയും. ചെയ്യാനായിട്ട് നമ്മൾ 2 വട്ടം യാൺ ഓവർ ചെയ്യുന്നു ഹുക്കിലൂടെ. പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ആ ചെയിൻ്റെ ഉള്ളിലൂടെ തന്നെ താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഹുക്കിലിപ്പോൾ 4 ലൂപ്പുണ്ട്. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം 2 ലൂപ്പിലൂടെ കൊണ്ടുവരുന്നു, പിന്നെ 3 ലൂപ്പ് ബാക്കിയുണ്ട്. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിനുള്ളിൽ കൂടെ കൊണ്ടുവരുന്നു, പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ലാസ്റ്റ് 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. എന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ 2 വട്ടം യാൺ ഓവർ ചെയ്യുന്നു, അതിനുശേഷം ഫൗണ്ടേഷൻ ചെയിനിലെ ഉള്ളിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, പിന്നെയും യാൺ ഓവർ ചെയ്യുന്നു, ആ ഫൗണ്ടേഷൻ ചെയിനിലുള്ള ഗ്യാപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഹുക്കിലിപ്പോൾ 4 ലൂപ്പുണ്ട്. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു, പിന്നെ യാൺ ഓവർ ചെയ്യുന്നു, ലാസ്റ്റ് 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. യാൺ ഓവർ ചെയ്യുന്നു, 2 വട്ടം യാൺ ഓവർ ചെയ്യുന്നു, എന്നിട്ട് ഫൗണ്ടേഷൻ ചെയിനിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, ആ ഗ്യാപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ ഹുക്കിലിപ്പോൾ 4 ലൂപ്പുണ്ട്. നമ്മൾ പിന്നെ യാൺ ഓവർ ചെയ്തു ഫസ്റ്റ് 2 ലൂപ്പിലൂടെ താഴോട്ട് എടുക്കുന്നു. പിന്നെ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ബാക്കിയുണ്ട്. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു, യാൺ ഓവർ ചെയ്യുന്നു, ലാസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്.